ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവും ശരത്തും കൂടി ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് രേവതി ഓടി വരിക. രേവതിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആ ചേച്ചി വന്നോ എന്ന് പറയുകയാണ്. അപ്പോൾ ഏതായാലും കൊള്ളാം ദേവു, നല്ല വീട് തന്നെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയും വരികയാണ്. ആ ചെറിയൊരു പാലുകാച്ചൽ ചടങ്ങ് ഉണ്ടായിരുന്നു മോളെ, അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ അമ്മേ, വാടക വീടല്ലേ, അപ്പോൾ പിന്നെ എന്തിനാ പാലുകാച്ചൽ ചടങ്ങൊക്കെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളെ എന്തായാലും എല്ലാ വാടക വീട്ടിലേക്ക് നമ്മൾ മാറുമ്പോഴും ഇതേപോലെ പാലുകാച്ചലുണ്ടല്ലോ, അതേപോലെ ഈ വീട്ടിലേക്ക് മാറിയപ്പോഴും പാലുകാച്ചൽ ചടങ്ങ് നടത്തി. മോൾക്ക് വീട് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയൊക്കെ നോക്കാം. പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മേ നല്ല സൂപ്പർ വീടാണ് കേട്ടോ, ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഏതായാലും നല്ല വീടാണ്. പിന്നെ ചേച്ചി, എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനും വലിയ ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്, എനിക്ക് ഏതായാലും സുഖമായി. ആഹാ കൊള്ളാലോ. അപ്പം നിങ്ങളൊക്കെ പറഞ്ഞത് ഞാനേത് വലിയ അകലയിലാണ് താമസിക്കുന്നത് പോലെയാണല്ലോ, ഞാൻ ഈ നാട്ടുകാർ തന്നെയാണേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അമ്മേ നമുക്കേ അച്ഛൻ്റെ ഫോട്ടോ അതെ ആ ഭിത്തിയിൽ വെച്ചാലേന്ന് ചോദിച്ചപ്പോഴേക്ക് വേണ്ട മോളെ, അവിടെ വെക്കണ്ട. അച്ഛൻ്റെ ഫോട്ടോ പൂജാ റൂമിൽ വെക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ എത്ര വീടുകളൊക്കെ മാറി. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടുള്ളൊരു വീട്ടിൽ കിടക്കണമെന്ന്. പക്ഷേ അത് അച്ഛന് നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ദൈവങ്ങളുടെ സ്ഥാനത്തിരുന്നാൽ മതി അച്ഛൻ. ഇനി എപ്പോഴാണ് നമുക്കുള്ളൊരു സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്, അവിടേക്ക് ആ സ്വന്തമായിട്ട് വീട്ടിൽ കിടന്നിട്ട് മരിക്കണമെന്നാണ് മോളെ അമ്മയുടെ ആഗ്രഹം. ഇതൊക്കെ ഇടഞ്ഞപ്പോഴേക്കും അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത്? നമ്മുടെ ആഗ്രഹം പോലെ തന്നെ നടക്കും. നമുക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും, അധികം താമസിയാതെ തന്നെ. അമ്മ സങ്കടപ്പെടാതിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആശ്വാസപ്പെടുത്തുകയാണ്. പിന്നീട് നമ്മുടെ രേവതി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് അച്ഛമ്മ വിളിക്കുകയാണ്, രേവതി ഞാൻ പോവാണേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അച്ഛമ്മ ദാ വരുന്നു ഞാൻ എന്ന് പറഞ്ഞ് രേവതി നേരെ അച്ഛമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അപ്പോൾ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. എന്താ മോളെ ഇത്, വേർത്ത് കുളിച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണല്ലോ, ഏത് സമയവും അടുക്കളയിൽ തന്നെയാണ്, അടുക്കളയിൽ ജോലി ചെയ്ത് നിനക്ക് മടുക്കുന്നില്ല രേവതി മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും വർഷയോടും അതേപോലെ തന്നെ ശ്രുതിയോടും ചോദിക്കണം, നിങ്ങൾക്കൊക്കെ വേറൊരു പണിയില്ലേ? നിങ്ങൾക്ക് അടുക്കളയിൽ കയറി എന്തെങ്കിലും ചെയ്താൽ എന്താ കുഴപ്പം? എല്ലാ പണികളും രേവതിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണോ? നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അത് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അല്ല ഇവൾക്കും വല്ലയിടത്തൊക്കെ പുറത്തൊക്കെ പോകണ്ടേ മോളെ, നിനക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്താ കുഴപ്പം? ഏത് സമയവും അടുക്കളയും വീട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കല്ലേ, പുറത്തേക്ക് ഇറങ്ങിയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അവിടെ പറയാം, അതിനെ പുറത്തൊക്കെ ഇറങ്ങുന്നുണ്ട്, പൂവെക്കാൻ പുറത്തേക്കല്ലേ പോകുന്നത്. അപ്പൊ ശ്രുതി അവള് അമ്മ വീട്ടിലും പോകുന്നുണ്ട്. രണ്ടുപേരും കൊള്ളാലോ, നല്ല മറുപടിയാണല്ലോ പറയുന്നത്. ഇങ്ങനെ തന്നെ വേണം. എടാ സച്ചി, നിന്നെയാണ് ശരിയാക്കേണ്ടത്. എടാ സച്ചി, നീ എപ്പോഴെങ്കിലും ഇവളെ പുറത്തേക്കൊന്ന് കൊണ്ടുപോയിട്ടുണ്ടോ ചോദിക്കുമ്പോൾ അച്ഛമ്മേ അത് പിന്നെ അപ്പോഴേക്ക് രവി ചോദിക്കമ്മേ, അങ്ങനെ തന്നെ ചോദിക്കേ. ഈ മോളെ ഇവൻ ഒരു സ്ഥലത്തും കൊണ്ടുപോയിട്ടില്ല. ഈ രേവതി മോള് ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അടുക്കള ജോലി എടുത്ത് മറ്റുള്ളവർക്ക് വിളമ്പിയും കൊടുത്ത് മറ്റുള്ളവരുടെ തുണിയും കഴുകി ഇങ്ങനെ ജീവിക്കുന്നു. ആ പാവത്തിനെ ഇതുവരെ അവൻ പുറത്തു പോലും കൊണ്ടുപോയിട്ടില്ല എൻ്റെ അമ്മ എന്നിങ്ങനെ പറയുമ്പോൾ, എടാ സച്ചി എന്താടാ നീ രേവതി മോളെ പുറത്ത് കൊണ്ടുപോകാത്തത്? പറയടാ, എവിടെയാടാ നീ രേവതി മോളെ കൊണ്ടുപോയിരിക്കുന്നത്? അത് പിന്നെ അച്ഛമ്മേ നല്ല നല്ല ഹോട്ടലിലൊക്കെ പോയി ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇത് കേട്ട അച്ഛമ്മ സച്ചിയുടെ ചെവിക്ക് കയറി ഇങ്ങനെ പിടിക്കണം. എടാ മസാല ദോശ കഴിച്ചിട്ടുണ്ട് പോലെ, നിനക്ക് നാണമില്ലേടാ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അവളെ എവിടെയെങ്കിലും ടൂറ് കൊണ്ടുപോയേക്കണം. അതിന് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല, നാളെ തന്നെ. അച്ഛമ്മേ അത് പിന്നെ ഞങ്ങളൊരു ടൂറ് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. എങ്കിൽ പിന്നെ അതെന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? എത്രയും പെട്ടെന്ന് പൊയ്ക്കൂടെ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഈ പ്ലാൻ മാറ്റാൻ പാടില്ല. നാളെങ്കിൽ നാളെ തന്നെ പോയിരിക്കണം, മനസ്സിലായോ? ശരി അച്ഛമ്മേ. അച്ഛമ്മ പറഞ്ഞതുപോലെ തന്നെ നാളെ തന്നെ ടൂറ് പോയേക്കാം. ഇത് കേട്ട രേവതിയുടെ മുഖം നല്ല പളിച്ചുന്നാവുകയാണ്. അപ്പോൾ ഇത് കണ്ട രവി ആണെങ്കിൽ കണ്ടോ അമ്മേ ടൂറ് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി മോളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? കണ്ടോടാ ആ കൊച്ചിൻ്റെ മുഖത്ത് സന്തോഷം. നീ ആ കൊച്ചിനിട്ട് ഇങ്ങനെ വേദനിപ്പിക്കലേടാ, അതിനെ പുറത്തൊക്കെ കൊണ്ടുപോയി സന്തോഷിപ്പിക്കേ, എന്നാലും നിനക്ക് നല്ലത് വരുവുള്ളൂ. ശരി അച്ഛമ്മേ, പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം. ഇത് കേട്ട ശ്രുതിക്കും അങ്ങോട്ട് തീരെ ദഹിച്ചില്ല. ചന്ദ്രയ്ക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ചന്ദ്ര ഓടി വന്നിട്ട്, അയ്യോ നാളെ തന്നെ ടൂറ് പോകാൻ പോകുന്ന? എന്താ ചന്ദ്രേ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല നാളെ എങ്ങനെ ടൂർ പോകുന്നത്? ഈ കാലാവസ്ഥയിലോ? എന്താണ് ഈ കാലാവസ്ഥയ്ക്ക് കുഴപ്പം? അവർ ഈ കാലാവസ്ഥയിൽ തന്നെ ടൂർ പോകും. മനസ്സിലായോ സച്ചി? ഞാൻ പറഞ്ഞ ഓർക്കുന്നുണ്ടല്ലോ.
ഈ നാളെ തന്നെ ടൂറ് പോയിരിക്കണം. ശരി അച്ഛമ്മേ, പോയിക്കോളാം. അച്ഛമ്മ വണ്ടി കയറ്. അങ്ങനെ സച്ചി നേരെ വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ അച്ഛമ്മ രവിയെ വിളിക്കുക. രവി വിളിച്ച് മോനെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് എന്താ അമ്മേ. അങ്ങനെ അച്ഛമ്മ കുറേ നേരം രവിയെ തന്നെ ഇങ്ങനെ നോക്കുക. അതിനുശേഷം രവിയെ ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അവരമ്മയും മകനുള്ള സ്നേഹം ഭയങ്കരമായിട്ടും പ്രകടിപ്പിക്കുകയാണ്. ഇതെല്ലാം കണ്ട് എല്ലാവരുടെയും കണ്ണുകളൊക്കെ നിറയുകയാണ്. എന്താ അമ്മേ പതിവില്ലാത്തതുപോലെയൊക്കെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്ക് ഹേയ് ഒന്നുമില്ലടാ മോനെ, നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നും നിന്നെ ഒന്ന് കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കണമെന്നൊക്കെ അമ്മയ്ക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് എന്നും പറഞ്ഞ് അച്ഛമ്മയും വണ്ടി കയറി പോവുകയാണ്. അപ്പം അമ്മ പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. കുറച്ച് ദിവസമെങ്കിലും ഇവിടെ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞാലും അമ്മ അതിന് സമ്മതിക്കില്ലല്ലോ എന്നൊക്കെയാണ് രവി ആലോചിക്കുന്നത്. അങ്ങനെ പിന്നീട് രേവതി അടുക്കളയിൽ തന്നെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ചന്ദ്ര ഇതെങ്ങനെയും മുടക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് അടുക്കളയിൽ കയറി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുക. വെള്ളമൊക്കെ എടുത്ത് കുടിച്ചപ്പോഴേക്കും ഇതെന്താ അമ്മേ കാണുന്നത്? അമ്മ തന്നെ വെള്ളം എടുത്ത് കുടിക്കുന്നോ? അല്ലെങ്കിൽ വെള്ളത്തിനൊക്കെ ആവശ്യം വരുമ്പോൾ അമ്മ ഓർഡർ ഇടലാണല്ലോ പരിപാടി. ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നീ എന്താടി എന്നെ കളിയാക്കിയാണോ? അയ്യോ അല്ലമ്മേ, ഞാനുള്ള കാര്യം പറഞ്ഞ. അതേ, ഒരുപാട് അങ്ങോട്ട് കളിയാക്കാൻ നിൽക്കണ്ട. ഇവിടെ ഇപ്പേ അമ്മയില്ല. എന്താ അമ്മേ, ഞാൻ അച്ഛമ്മയെ വിളിക്കണോ? ഞാൻ വിളിച്ചാൽ ആ നിമിഷം അച്ഛമ്മ വരും. എന്താ കാണണോ? ഇത് കേട്ട ചന്ദ്ര ഒന്ന് പേടിച്ചു പോവുകയാണ്. അല്ല, നിങ്ങൾ ടൂറൊക്കെ പോകാൻ പ്ലാൻ ചെയ്തെന്ന് അറിഞ്ഞല്ലോ. എന്താ സത്യമാണോ? എന്താ അതിനെന്താ അമ്മയ്ക്കൊരു സംശയം? അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെയല്ലേ അച്ഛമ്മയും സച്ചിയേട്ടനും പറഞ്ഞത് നാളെ തന്നെ ടൂർ പോകാമെന്ന്. അപ്പം പിന്നെ പോകും, അത്ര തന്നെ. അതെങ്ങനെ ശരിയാവും? അതെ, നിങ്ങൾ തമ്മിൽ പോയാൽ ശരിയാവോ? ഈ സച്ചിയുടെ സ്വഭാവം നിനക്ക് അറിയാലോ രേവതി. സച്ചി എവിടെ പോയാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അതേപോലെ ഈ ടൂറും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ ലാസ്റ്റ് നീ കരഞ്ഞുകൊണ്ട് ഈ വീട്ടിലേക്ക് വരേണ്ടി വരും രേവതി. എനിക്കറിയാം, സച്ചിയേട്ടൻ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. ഞാനും സച്ചിയേട്ടനും കൂടി ടൂറ് പോയി കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടി തന്നെ മടങ്ങി വരികയുള്ളൂ. അതിനെക്കുറിച്ച് ഓർത്തൊന്നും അമ്മ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അതേ രേവതി, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിച്ച് കേൾക്കണം. സച്ചി പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. അവൻ മഹാ അലമ്പാന്നേ, ആരോടും ഒത്തുപോകാത്തൊരു പ്രകൃതമാണ്. അതുമല്ല, നിങ്ങളെ പോകുന്ന സ്ഥലമില്ലേ, അവിടെ കാലാവസ്ഥ മോശമായിരിക്കും. അതിന് ഞങ്ങൾ എവിടെയാ പോകുന്നതെന്ന് അമ്മയോട് പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെയാ അമ്മയ്ക്ക് കാലാവസ്ഥ മോശമാകുമെന്ന് പറയുന്നത്? എനിക്കറിയാം, നിങ്ങൾ എവിടെ പോയാലും കാലാവസ്ഥ മോശം ആയിരിക്കുള്ളൂ. കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലേ? ദേ രേവതി, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേട്ടോ. നിനക്കൊക്കെ പൈസയൊക്കെ ഒരുപാട് ചിലവാകും. അതിനെ അധികം ചിലവില്ലാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകുള്ളൂന്നേ. ഇപ്പം ടൂറ് പോയാലും വലിയ പൈസയൊന്നും ഞങ്ങൾ ചിലവാക്കാനായിട്ട് പോകുന്നില്ലമ്മേ. അക്കാര്യത്തെക്കുറിച്ച് ഓർത്ത് അമ്മ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഞങ്ങളുടെ പൈസയല്ലേ. അപ്പോൾ പിന്നെ പോയാലും വന്നാലും അമ്മയ്ക്ക് എന്താ കുഴപ്പം? അപ്പോൾ നിനക്ക് പൂക്കച്ചവടമൊക്കെ ഇല്ലേ? നിൻ്റെ പൂക്കച്ചവടമൊക്കെ പെൻഡിങ് ആവില്ലേ? നിൻ്റെ സ്ഥിരം കസ്റ്റമർ അല്ലേ? നീ വരുമ്പോഴത്തേക്ക് ഇല്ലാതെയാവും. അതൊന്നും കുഴപ്പമില്ല. അവിടെ ദേവും അമ്മയൊക്കെ ഉണ്ട്. എൻ്റെ സ്ഥിരം കസ്റ്റമർക്ക് അവർ പൂ കൊടുത്തോളും. അയ്യോ, അതിന് ദേവുവിന് ഹോസ്പിറ്റലിൽ പോകണ്ടേ? അപ്പോൾ അവൾക്ക് എവിടെയാ സമയം? അതിന് പൂവൊക്കെ കൊടുത്തിട്ട് ദേവ് ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കോളൂന്നേ. പക്ഷേ അമ്മ എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കാമല്ലോ. ഇനി അമ്മ എന്തൊക്കെ പറഞ്ഞാലില്ലെങ്കിലും ഞങ്ങൾ ടൂറ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അത് ടൂറ് പോകുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ അങ്ങനെ രവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രവിക്ക് ഇങ്ങനെ ചായയൊക്കെ കൊടുക്കുകയാണ്. മോളെ ടൂറ് പോകുന്ന കാര്യങ്ങളെല്ലാം സെറ്റാക്കിയല്ലോ അല്ലേ? അപ്പോൾ സച്ചി വന്നിട്ട് ടൂറെല്ലാം പോകാനുള്ള സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വർഷം വന്നിട്ട് അതെ സച്ചിയേട്ടാ, മൂന്നാറിലേക്ക് പോയാൽ മതി ടൂറ്. അവിടെ നല്ല സ്ഥലമാണ്, കാണാനൊക്കെ അടിപൊളിയായിരിക്കും. ഇവിടെ മോളിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ശ്രുതി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ അയ്യേ മൂന്നാറ് കൊള്ളൂല, അവിടെയൊന്നും കാണാനായിട്ട് ഒരു വകയില്ല. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഓഹോ, പൗഡർ ഇടത്തി പറഞ്ഞതിൻ്റെ ഉദ്ദേശമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായേ. അങ്ങനെ പൗഡർ ഇടത്തി കൊള്ളൂല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ ശ്രുതി, അവർ പോയി പൈസ കളയണമെങ്കിൽ അങ്ങോട്ട് കളയട്ടെ, നിനക്ക് എന്താണ് കുഴപ്പം? നീ എന്തിനാ ഇതൊക്കെ പറയാനായിട്ട് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഓ ശരി എന്ന് പറയുമ്പോൾ അതെ, മൂന്നാറൊക്കെ നല്ല രസമുള്ള സ്ഥലം തന്നെയാണ്, അവിടെയൊന്നും യാതൊരു കുഴപ്പമില്ല. അല്ല ശ്രുതി ചേച്ചി മൂന്നാറ് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ പോയിട്ടില്ല. അത് ശരി, എന്നിട്ടാണോ അവിടെ കാണാനൊന്നുമില്ലെന്ന് പറഞ്ഞത്?
അവിടെ സച്ചിയേട്ടാ പോയിക്കോ സച്ചിയേട്ടാ, കാണാനൊക്കെ അതിമനോഹരമായ സ്ഥലം തന്നെയാണ്. ഒരു പ്രാവശ്യം പോയാലേ വീണ്ടും വീണ്ടും മൂന്നാർ പോകണമെന്ന് നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. ആണോ വർഷേ? അങ്ങനെയാണെങ്കിൽ എല്ലാ വർഷവും മൂന്നാർ പോകണമല്ലോ. അത്രയ്ക്കും നല്ല സ്ഥലമാണെങ്കിൽ അതേ സച്ചിയേട്ടാ. അപ്പോഴേക്കും ശ്രുതി ആണെങ്കിൽ പക്ഷേ അവിടെ നിങ്ങൾക്ക് റൂമൊന്നും കിട്ടാൻ പോകുന്നില്ല, അവിടെ ഭയങ്കര തിരക്കാ, അതുകൊണ്ട് റൂമൊക്കെ ഫുള്ളായിരിക്കും. അപ്പോൾ വർഷയ്ക്ക് ചിരി വന്നിട്ട് കൊള്ളാം ശ്രുതി ചേച്ചി, കുറച്ചു മുമ്പ് പറഞ്ഞു അവിടെ കാണാനൊന്നുമില്ല എന്ന്. അപ്പം ഈ കാണാനൊന്നുമില്ലാത്ത സ്ഥലത്ത് എന്താണ് ഇത്ര തിരക്ക് വരാനുള്ള കാരണം? ശ്രുതി ചേച്ചി ഇങ്ങനെ വിഡ്ഢിത്തരം പറയാതെ, അതെ നിങ്ങൾക്കുള്ള റിസോർട്ട് ഞാൻ ബുക്ക് ചെയ്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ഫോൺ എടുത്തിട്ട് ബുക്ക് ചെയ്യണതേ, ബുക്ക് ചെയ്തിട്ടുണ്ടേ, പിന്നെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വാട്സപ്പ് ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് വർഷ റൂമിലേക്ക് കയറി പോവുകയാണ്. ഇപ്പം മനസ്സിലായല്ലോ. അതുകൊണ്ട് നമുക്ക് രേവതി മൂന്നാറിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. ശരി സച്ചേട്ടാ, സെറ്റ് എന്ന് പറഞ്ഞ് രേവതിയും പോവാണ്. അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് കുശുമ്പ് മൂത്തിട്ട് ഒരു രക്ഷയില്ല. ചന്ദ്രയാണെങ്കിൽ ഇല്ല, ഇവരുടെ ടൂറ് മുടക്കണം, ഇവരെങ്ങോട്ടും ടൂറ് പോകാനായിട്ട് പാടില്ല, ഇനിയിപ്പം മുടക്കാൻ എന്താണ് ഒരു വഴി, എന്തെങ്കിലും പ്ലാൻ ചെയ്യണമല്ലോ എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ സച്ചിയും രേവതിയും കൊണ്ട് വരിക. അപ്പോൾ രേവതിയുടെ കയ്യിൽ ചെറിയൊരു കവറും ഉണ്ട്. ആ കവർ മറച്ചു പിടിച്ചിരിക്കുകയാണ്. എന്താണാവോ ചന്ദ്രമേഡം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ടൂർ എങ്ങനെ മുടക്കാമെന്നായിരിക്കും. പക്ഷേ എത്ര മുടക്കാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. അതിനെല്ലാത്തിനും മറുമരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്താ ചന്ദ്രാമ്മയ്ക്ക് മനസ്സിലായില്ലേ? എങ്കിൽ പറയാം. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഈ ടൂർ മുടക്കാൻ വേണ്ടി അമ്മയ്ക്ക് പെട്ടെന്നൊരു തലവേദന വന്നെന്ന് വിചാരിച്ചോട്ടെ. തലവേദനക്കുള്ള മരുന്നുണ്ട്, ഇത് കണ്ടത് രേവതി, അതിങ്ങെടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയൊക്കെ അവരിൽ നിന്ന് മരുന്ന് എടുക്കുകയാണ്. ഇതാണ് തലവേദനക്കുള്ള മരുന്ന്. ഇനി പെട്ടെന്ന് നടുവേദന വരികയാണല്ലോ, അതിനുണ്ട് ഈ വിക്സ്. ഇത് പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേദനയെല്ലാം പമ്പ കിടന്നോളും. പിന്നെ അഥവാ തല കറങ്ങി വീഴാനും സാധ്യത ഉണ്ടെങ്കിൽ അതിനും ഉണ്ടെന്നേ. ഇത് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു സിറിഞ്ച് കാണിച്ചു കൊടുക്കുക. ഇത് കണ്ട ചന്ദ്രയുടെ ഇടപാട് തിരിക്കുകയാണ്. മനസ്സിലായല്ലോ? തലകറക്കം വരുമ്പോഴേ ഇത് വെച്ച് ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മതി, അതോടുകൂടി തലകറക്കം പമ്പ കിടക്കും. അപ്പം മനസ്സിലായല്ലോ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ടൂറ് പോയിരിക്കും. അതിനുള്ള നിങ്ങളിനി മുടക്കാൻ ശ്രമിച്ചാലും അതിനുള്ള മറുമരുന്നൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഇപ്പം ബോധ്യപ്പെട്ടല്ലോ എന്ന് പറയുമ്പോൾ രവിക്ക് ചിരി സഹിക്കാൻ പോലും പറ്റുന്നില്ല. ചന്ദ്രയാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുകയും ചെയ്യാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.